കൊള്ളാവുന്ന വീട്ടിലെ പെമ്പിള്ളേരെ വളക്കുന്നതാണോടാ നിന്റെ പ്രധാന പരിപാടി? നീ എന്ത് വിചാരിച്ചടാ നായെ? പാലപ്പടിക്കലെ പെണ്ണിനെ ചോദിക്കാനും പറയാനും ആണുങ്ങളാരും ഇല്ലെന്ന് കരുതിയോ? എന്താടാ നിനക്ക് മഹിമയായിട്ടുള്ള ബന്ധം? രണ്ടെണ്ണം കൊടുത്തിട്ട് ചോദിക്കുക ഹരീഷേ, അവന്റെ വായിൽ നാക്കുണ്ടെന്ന് അറിയണമല്ലോ. നിന്റെ വായിൽ എന്താ പഴമാണോ? ഒന്നും പറയാനില്ല നിനക്ക്? ഇനി പാലപ്പടിക്കലെ കോമ്പൗണ്ടിലൊക്കെ നീ കാല് കുത്തിയ നിലത്തി ഔട്ടി അടക്കാൻ നിനക്ക് കാല് കാണില്ല. തലമറന്ന് കളിക്കല്ലേ മോനെ. ഈ നല്ല പ്രായത്തിൽ തന്നെ വായിലെ പല്ല് പോവും. ശേഷിച്ച കാലം മുട്ടിലഴഞ്ഞ് നടക്കേണ്ടി വരും. ഇനി എവിടെ വെച്ചെങ്കിലും നിന്നെയും മഹിമയും ഒരുമിച്ച് കണ്ടാൽ തീർത്ത് കളയും ഞാൻ, നായിൻ്റെ മോനെ. ഇനി മേലിൽ നിന്റെ ഈ പരട്ട ടാക്സി ചെങ്ങന്നൂരിലെ ഒരു സ്റ്റാൻഡിലും കാണരുത്. കണ്ടാൽ ഞാനിത് പെട്രോൾ ഒഴിച്ച് കത്തിക്കും. വണ്ടി മാത്രമല്ല, അതിനകത്തിട്ട് നിന്നെയും. പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്നവനാ ഹരീഷ്, ഓർത്തോ. വാടാ, തൽക്കാലം ഇത്രയും മതി. ശീതളാരുടെ മകളാണ്, അതാണല്ലോ നിന്റെ സംശയം. മുംബൈയിൽ എനിക്ക് 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. ഒരു വിജയ് തിവാരി, ഒരു സഞ്ജയ് തിവാരി. 10-16 വർഷം മുമ്പാ. വിജയ് തിവാരിയുടെ അനുജനാണ് സഞ്ജയ് തിവാരി. ഞങ്ങൾ ഒന്നിച്ച് കുറെ ബ്ലാക്ക് ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ബിസിനസ്? കള്ളക്കടത്തും കൊള്ളപ്പലിശയും മയക്കുമരുന്നും കള്ളനോട്ടൊക്കെ അതിൽ പെടും. നീ പിന്നെ എന്ത് വിചാരിച്ചു? മുംബൈയിൽ ചെന്ന് ചായ വിറ്റ ഒരാൾക്ക് മില്യണർ ആവാൻ സാധിക്കുമോ? എല്ലാത്തരം അഴിമതിയും ബ്ലാക്ക് ബിസിനസ്സാ. വില്ലേജ് ഓഫീസിലെ പ്യൂണിന് 50 രൂപ കൈക്കൂലി കൊടുക്കുന്നത് മുതൽ സുപ്രീം കോടതി ജഡ്ജിക്ക് കൊടുക്കുന്നത് വരെ കൊടുക്കുന്നവനും വാങ്ങുന്നവനും അതിൽ പങ്കാളിയാ. ഞങ്ങളതിന്റെ വേറൊരു ഐറ്റം ചെയ്തേ ഉള്ളൂ. നമുക്ക് ശീതളിന്റെ കാര്യത്തിലേക്ക് വരാം. ഓ, വിജയിന്റെയും സഞ്ജയുടെയും അച്ഛൻ അമർനാഥ് മുംബൈയിലെ ഒരു പ്രമുഖ കള്ളക്കടത്തുകാരനായിരുന്നു. അയാളുടെ നല്ല കാലത്ത് മുംബൈ അധോലോകം അയാളുടെ കൈപ്പിടിയിലായിരുന്നു. പിന്നീട് പോലീസ് വെടിവെച്ചു കൊന്നു. അച്ഛന്റെ മരണശേഷം വിജയും സഞ്ജയും സ്വത്തിന്റെ കണക്ക് പറഞ്ഞ് പിണങ്ങി. ഇടയ്ക്ക് നിന്ന് അവർ തമ്മിലുള്ള വഴക്ക് തീർക്കാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചു. അതൊന്നും ഫലിച്ചില്ല. പാർട്ട്ണർഷിപ്പ് പൊളിഞ്ഞു, പങ്ക് പിരിഞ്ഞു. ഞാനും വിജയും ചേർന്ന് പുതിയൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി. സഞ്ജയും കൽപ്പനയും ചേർന്ന് മറ്റൊരു ഗ്രൂപ്പും. നമ്മുടെ വീട്ടിൽ വന്ന കൽപ്പന? അതെ, സഞ്ജയിന്റെ ഭാര്യയാണ് അവള്. പിന്നെ അവൾ എന്തുകൊണ്ടാ പറഞ്ഞത് നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യയാണ് അവളെന്ന്? നീ തോക്കി കയറി വെടിവെക്കാതെ ഞാനൊന്ന് പറയട്ടെ. വാസ്തവത്തിൽ അച്ഛന്റെ മരണശേഷം സ്വത്ത് വീതം വെച്ചപ്പോ വിജയ് അനുജനോട് കുറച്ച് അനീതി കാണിച്ചു. അമർനാഥ് തന്റെ ധനം മുഴുവനും സ്വർണ്ണ ബാറുകളായും കറൻസി നോട്ടുകളുമായാണ് സൂക്ഷിച്ചിരുന്നത്. ബ്ലാക്ക് മണിയല്ലേ, അത് വൈറ്റ് മണിയാക്കാൻ കുറച്ച് സമയമെടുക്കും. വിജയ് അതെല്ലാം ഒളിസങ്കേതത്തിലേക്ക് മാറ്റി. അതേ ചൊല്ലിയായിരുന്നു ചേട്ടനും അനുജനും തമ്മിൽ തർക്കം. വിജയ് തിവാരിയുടെ ഒരേ ഒരു മകളാണ് ശീതൾ. പക്ഷേ അവള് നിങ്ങളെയാണല്ലോ അച്ഛനായി കരുതിയിരിക്കുന്നത്. അതെ, ഞാൻ അങ്ങനെയാണ് അവളെ വളർത്തിയത്. വളർത്താൻ അവളുടെ അച്ഛനും അമ്മയില്ലായിരുന്നോ? വിജയും സഞ്ജയും തമ്മിൽ സ്വത്തിനെ ചൊല്ലി പിണങ്ങിയെന്ന് പറഞ്ഞല്ലോ. മുംബൈ അധോലോകത്തിൽ തർക്കങ്ങൾ തീർക്കുന്നത് തോക്കുകൊണ്ടാ. ഒരു രാത്രി സഞ്ജയും കൽപ്പനയും അവരുടെ അംഗരക്ഷകരും കൂടി വിജയിന്റെ ഫാം ഹൗസിലേക്ക് ഒരു സഫാരി ഓടിച്ചു വന്നു.
വിജയിന്റെ ഫാമിലിയോടൊപ്പം അന്ന് ഞാനും ആ ഫാം ഹൗസിലുണ്ടായിരുന്നു. ശീതളിനെ കളിപ്പിച്ചുകൊണ്ട് ഞാൻ ഗസ്റ്റ് റൂമിൽ ഇരിക്കുകയായിരുന്നു. ശീതളിന് അന്ന് 2 വയസ്സ്. വിജയുടെ മുറിയിൽ നിന്ന് വെടിവെച്ച കേട്ട് കുട്ടിയെ വാരിയെടുത്ത് ഞാൻ ഓടിച്ചെല്ലുമ്പോൾ വിജയ് നിലത്ത് കിടന്ന് പിടയുന്നു. കയ്യിൽ തോക്കുമായി സഞ്ജയ്. അയാൾ വീണ്ടും വെടിവെച്ചു. നിലവിളിച്ചുകൊണ്ട് ഓടി വന്ന വിജയിന്റെ ഭാര്യയെയും സഞ്ജയ് വെടിവെച്ച് വീഴ്ത്തി. തടയാൻ ശ്രമിച്ച 2 ജോലിക്കാരെയും അവർ വെടിവെച്ചു കൊന്നു. സഞ്ജയ് എന്റെ നേർക്ക് തോക്ക് ചൂണ്ടിയതും ഞാൻ വെട്ടി ഒഴിഞ്ഞോടി. സഞ്ജയും ഗുണ്ടകളും പുറകെ വന്നു. എല്ലാവരെയും വെടിവെച്ച് കൊന്നു തെളിവ് മായ്ക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. ഫാം ഹൗസിനടുത്ത് മുന്തിരിത്തോട്ടത്തിൽ ഓടി ഒളിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം ഞാനും ശീതളും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ശീതളിന്റെ വായും പൊത്തിപ്പിടിച്ചുകൊണ്ട് പുലർച്ചെ പോലെ കൊടും തണുപ്പിൽ ആ രാത്രി എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. പത്രത്തിലൊക്കെ അതൊന്ന് വലിയ വാർത്തയായിരുന്നു. സ്വത്തിനെ ചൊല്ലുണ്ടായ തർക്കത്തിനിടയിൽ അനുജൻ ജ്യേഷ്ഠനെയും ഭാര്യയെയും വേലക്കാരെയും വെടിവെച്ച് കൊന്നു. അയ്യോ മോളെ, പതുക്കെ വീഴില്ലേ? ഓ, നീ ചായ ഉണ്ടാക്കിയോ? നിനക്കിതൊക്കെ അറിയോ? ആ അമ്മോ വാ, ഇവൾ എന്ത് കഷായം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. വാ വാ മോളെ. ഓ, എടുത്തു തരുമൊന്നും വേണ്ട, ഞങ്ങൾ എടുത്തോളാം. ഫാന്റാസ്റ്റിക്, സൂപ്പർ, ഇടിവെട്ട് ചായ. നല്ല ചായ, എനിക്കിഷ്ടായി. ഒരു ചായക്കകത്ത് ഇടിമിന്നലും മഴവില്ലും ഒന്നും ചേർത്ത് ഇളക്കാൻ പറ്റില്ലല്ലോ. തേയിലയും പഞ്ചസാരയും പാലും വെള്ളവും അത്രയല്ലേ പറ്റുള്ളൂ. അത് എനിക്കിട്ടൊരു പണിയാണല്ലോ. നല്ല ചായ മോളെ. ബാക്കി കഥ പറഞ്ഞില്ല, ഞാൻ വല്ലാത്ത ടെൻഷനിലാ. ശീതളിന്റെ അച്ഛനും അമ്മയും വെടിയേറ്റ് മരിച്ചു. കൽപ്പനയും സഞ്ജയും കൂട്ടാളികളും ആ രാത്രി തന്നെ ഒളിവിലും പോയി. എന്നിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നടന്ന സംഭവങ്ങളെല്ലാം അവരെ അറിയിച്ചു. ഞാൻ മാത്രമായിരുന്നു ഒരേ ഒരു ദൃക്സാക്ഷി. 2 ആഴ്ചക്കകം സഞ്ജയും കൽപ്പനയും അവരുടെ അംഗരക്ഷകരും അറസ്റ്റിലായി. ശീതളിനെ എന്ത് ചെയ്തു? അവളുടെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടല്ലോ. അവളെ ഏറ്റെടുക്കാൻ ബന്ധുക്കൾ ആരും ഇല്ലായിരുന്നോ? അവൾക്കിനി ആകെയുള്ള ബന്ധുക്കൾ അവളുടെ ചെറിയച്ഛനും ചെറിയമ്മയും മാത്രം. അവരാണെങ്കിൽ ജയിലിലും. അങ്ങനെയാണ് ഞാൻ ശീതളിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത്. ശീതൾ എന്റെ വളർത്തുപുത്രിയായി. പക്ഷേ ഒരു കൊച്ചുകുട്ടിയെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ, അതും അധോലോകക്കാരനായ ഒരു പരുക്കൻ മനുഷ്യൻ, അതത്ര എളുപ്പമല്ലായിരുന്നു. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. കേസ് നടന്നപ്പോൾ ഞാനായിരുന്നു പ്രധാന സാക്ഷി. മൊഴി മാറ്റി പറയാൻ വേണ്ടി പല പ്രാവശ്യം എനിക്ക് പ്രലോഭനങ്ങളുണ്ടായി. വലിയ ഓഫറുകൾ വന്നു. ഞാൻ അതിലൊന്നും വഴങ്ങുന്നില്ലെന്നായപ്പോ വധഭീഷണി. ഞാനൊന്നിനും വഴങ്ങിയില്ല. കോടതിയിൽ സത്യസന്ധമായിട്ട് തന്നെ മൊഴി കൊടുത്തു. നാല് കൊലപാതകം. വിജയും ഭാര്യയും 2 ജോലിക്കാരും. കൊലയാളികൾ 5 പേർ. സഞ്ജയ്, കൽപ്പന, 3 ബോഡി ഗാർഡ്സ്. കുറ്റം ഗൂഢാലോചന, ഭവനഭേദനം, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ. കൽപ്പനയടക്കം 5 പേർക്കും ജീവപര്യന്തം തന്നെ കിട്ടി. അവർ അപ്പീൽ പോയെങ്കിലും ഹൈക്കോടതിയും ജീവപര്യന്തം ശരിവെച്ചു. എന്നിട്ടോ?
മുംബൈയിൽ തുടരുന്നത് ശീതളിന്റെ ജീവൻ ആപത്താണെന്ന് തോന്നി ഞാൻ ഗോവയ്ക്ക് പോയി. ശിവജിയുടെ കുടുംബം ഗോവയിലാണ് താമസം. ഞാനും ശീതളും ആ കൂട്ടത്തിൽ ചേർന്നു. ഞങ്ങൾ ഒറ്റ ഫാമിലിയായി. ശീതളിനറിയോ അവളുടെ അച്ഛനും അമ്മയും? ഇല്ല, അവളുടെ അച്ഛൻ ഞാനാണെന്നാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അമ്മയോ? അവളുടെ അമ്മ എന്നെയും അവളെയും ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിപ്പോയി. ഇപ്പോഴും അങ്ങനെയാണോ അവളുടെ വിശ്വാസം? ഇതുവരെ തിരുത്തിയിട്ടില്ല. എന്തിനു തിരുത്തണം? അവൾ എന്റെ മകളായിട്ട് തന്നെ ഇരിക്കട്ടെ. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. നിനക്കതടി ചെവി കെട്ടൂടെ? ഹരിക്കുട്ടൻ വന്ന് ഓൺ അടിച്ചു, കോളിംഗ് ബെൽ അടിച്ചു. നീ എന്താ വാതിൽ തുറന്നു കൊടുക്കാത്തെ? അമ്മ ചെന്നെങ്കിൽ തുറന്നു കൊടുത്താ മതി. ഇങ്ങ് വരട്ടെ, ഞാൻ വേറെ കൊടുത്തോളാം. എത്ര നേരമായി മോം ഞാൻ ബെല്ലടിക്കുന്നു. നിൽക്ക്. ഇയാളാരാ എന്റെ ഫ്രണ്ട്സിനെ നിയന്ത്രിക്കാൻ? ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ ആരാണെന്ന്. അറിയില്ലെങ്കിൽ നിനക്കും പഠിപ്പിച്ചു തരാം. ഇയാളെ എനിക്കൊന്നും പഠിപ്പിച്ചു തരണ്ട. എന്റെ കാര്യത്തിൽ തലയിടാൻ ഇയാൾക്ക് എന്താ കാര്യം? ഇയാളാരാ? എന്റെ ബോഡി ഗാർഡോ? ആ, തൽക്കാലം അങ്ങനെ കരുതിയാലും തെറ്റില്ല. ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെട്ടാലുണ്ടല്ലോ, പൊന്നുമോൻ കെട്ടിയോളെ വിളിച്ചോണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. അമ്മ കിടന്ന് അലറണ്ട. ഈ വീട്ടിൽ എനിക്കുള്ള സ്ഥാനവും അവകാശവും ഒന്നും ഇയാൾക്കില്ല. നീ ആരോട് സ്ഥാനം തീരുമാനിക്കുന്നത്? ഹരിക്കുട്ടൻ നിന്റെ ആരാണെന്ന് അറിയോടി? അറിയാം. അവനവന്റെ നിലയ്ക്ക് നിന്നാ എന്റെ ബ്രദറിന്റെ സ്ഥാനം കൊടുക്കും. ഇല്ലെങ്കിൽ വേലിന്നെടുത്ത് തോളിലോട്ട് വെച്ച പാമ്പായിട്ടേ കണക്കാക്കൂ. ഡി മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ നിന്റെ ചെകിരടിച്ച് ഞാൻ പോയിക്കും, പറഞ്ഞേക്കാം. അല്ലേ പെണ്ണിന്റെ ഒരു നാക്ക്. എന്താ ഹരിക്കുട്ടൻ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഞാൻ പറയാം. ഇയാള് ഗുണ്ടകളെയും വിളിച്ചോണ്ടേ ജെയിംസോടെ തല്ലാൻ ചെന്നിരിക്കുന്നു. ചെല്ലുക മാത്രല്ലടി, രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്തു. അതാണോ കാര്യം? നന്നായി പോയി. മകന് തിരിച്ചു കിട്ടുമ്പോഴും അമ്മ ഇത് തന്നെ പറയണം. എടി പെങ്ങന്മാര് തെറ്റ് ചെയ്താലേ ആങ്ങളമാര് ഇടപെടും. അങ്ങനെയാ എല്ലാ വീട്ടിലും. ഈ വീട്ടില് വേറെയും ചില പതിവുകളുണ്ടല്ലോ. പൊന്നാങ്ങളെ പെങ്ങന്മാരുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കും, കുടുംബം കലക്കും, സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ കൊള്ളയടിക്കും. ഏത് പെങ്ങളുടെ ജീവിതമാണടി എന്റെ മോൻ നശിപ്പിക്കാൻ ശ്രമിച്ചത്? അമ്മ ഈ വീട്ടിൽ താമസിച്ചിരുന്നപ്പോ ഇയാൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയിരുന്നത്? ഞാൻ വീട്ടിലില്ലായിരുന്നെന്ന് വെച്ച് ഒന്നും അറിഞ്ഞില്ലെന്നൊന്നും വിചാരിക്കണ്ട. അമ്മു, അവൾ എന്താടി എന്റെ മോന്റെ പെങ്ങളായത്? എവിടെന്നോ വലിഞ്ഞു കയറി വന്ന പിച്ചക്കാരി. ഓഹോ, അമ്മയുടെ ആദ്യ ബന്ധത്തിലെ സന്തതി എന്റെ ആങ്ങളെയാവും. എന്റെ അച്ഛന്റെ ആദ്യ ഭാര്യയുടെ മകൾ ഈ വീട്ടിൽ വെറും ഒരു അന്യ. അതെന്ത് കെമിസ്ട്രി അമ്മേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മൂനെ ഹരിക്കുട്ടനെ നീ ഒരു ത്രാസിലിട്ട് തൂക്കണ്ട. നീ ആള് കൊള്ളാലോടി, അവസരവാദി. അമ്മയുടെ പൊന്നുമോൻ എന്തൊക്കെ ചെയ്താലും അമ്മ അവന്റെ പക്ഷം പിടിക്കും. വേണമെങ്കിൽ കക്കാനും കൊള്ളയടിക്കാനും ഒത്താശ ചെയ്തു കൊടുക്കും. നീ അധികം സംസാരിക്കണ്ട, വായടക്കടി. അധിക പ്രസംഗം പറയുന്നു. ഇങ്ങനെ ഒരുത്തനെ എനിക്ക് ബോഡി ഗാർഡായിട്ട് വേണ്ട. ആങ്ങളായിട്ട് ഞാൻ അംഗീകരിക്കയില്ല. ജെയിംസ് ഊട്ടിയെ നോവിച്ചത് ഞാൻ ക്ഷമിക്കുമെന്ന് വിചാരിക്കണ്ട. കരുതിയിരുന്നോ? ഹരിക്കുട്ട,
ഉറങ്ങി അല്ലേ? കിടന്നപ്പോഴേ ഉറങ്ങി. പകല് മുഴുവൻ തോട്ടത്തിൽ ഓടി തിമിർക്കല്ലായിരുന്നോ? എന്തായിരുന്നു പൂരം? ഓട്ടവും ചാട്ടവും കളിയും ചിരിയും. ഇവൾക്ക് ഈ ട്രിപ്പ് വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനൊരു പിക്നിക്ക് ഇവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും. പാവം, അച്ഛനും അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ. പക്ഷേ ആ വിഷയം ഞാൻ ഇവിടെ അറിയിച്ചിട്ടില്ല. ഒരു കുറവും കൂടാതെയാ ഞാൻ ഇവിടെ വളർത്തിയേ. നമ്മൾ എത്ര ധാരാളിത്തം കാണിച്ചാലും നികത്താൻ പറ്റാത്ത ചിലതുണ്ട്. അമ്മയുടെ സ്നേഹവും വാത്സല്യവും ശിക്ഷണവും ഒക്കെ മറ്റാരെങ്കിലും നോക്കിയാ നൽകാൻ പറ്റുന്നതാണോ? സങ്കടങ്ങൾ ആരോടെങ്കിലും പറയാൻ പറ്റുമോ ആ പാവത്തിന്? മിണ്ടാൻ വയ്യാത്ത കുട്ടിയെന്ന നിലയിൽ കൂട്ടുകാരൊക്കെ അകറ്റി നിർത്തിയിട്ടുണ്ടാവും. അല്പം തിരിച്ചറിവാവുന്നതോടെ മനസ്സിലാവും മുതിർന്നവർ കാണിക്കുന്നത് പോലും സ്നേഹമല്ല, സഹതാപമാണെന്ന്. ഒരാൾക്ക് മറ്റുള്ളവരിൽ നിന്ന് സ്വയം അകലാൻ അത് മാത്രം മതി. നീ പറഞ്ഞത് ശരിയാ. പണം കൊണ്ട് വാങ്ങാവുന്നതെല്ലാം ഇവൾക്ക് വാങ്ങിക്കൊടുക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തു. ശിവജി അതെല്ലാം വേണ്ട പോലെ ചെയ്തിരുന്നതാ. പക്ഷേ അച്ഛനമ്മമാരുടെ സ്നേഹത്തിനും കരുതലിനും പകരാവോ പണം? പണം കൊടുത്ത് ആത്മാർത്ഥ സ്നേഹിതരെ ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. ഞാനൊരു സംശയം ചോദിക്കട്ടെ? ശീതളിന്റെ ചെറിയച്ഛനിപ്പോ എവിടെയാ? കൽപ്പനയുടെ ഭർത്താവ്. കൽപ്പനയെ പോലെ ഒരിക്കൽ അവനും നമ്മളെ തേടി വന്നേക്കാം. അയാളിപ്പോ എവിടെയാ? ജയിലിൽ. അയാള് വന്ന് ചോദിച്ചാ നമ്മൾ ശീതളിനെ വിട്ടുകൊടുക്കേണ്ടി വരുമോ? ആര് ചോദിച്ചാലും വിട്ടുകൊടുക്കില്ല ഞാൻ അവളെ. 14 വർഷം സ്വന്തം മോളായിട്ട് വളർത്തിയതാ ഞാൻ അവളെ. ചിലപ്പോ ഞാൻ കൊലക്കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വന്നാലും വിട്ടുകൊടുക്കില്ല. ഇന്നലെ റിലാക്സേഷൻ, ഇന്നോ? ഇന്നിതിന്റെ ഓമന പേരെന്താ? നീ ആ ഗ്ലാസ് ഇവിടെ വെക്കേ. ഇതിനാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താ? കൽപ്പന എന്തിനു വേണ്ടിയിട്ടാ ശീതളിനെ വിട്ടുതരണോന്ന് പറയുന്നത്? അവളോടുള്ള സ്നേഹം കൊണ്ടാണോ? സ്നേഹം? അവളുടെ അച്ഛനമ്മയും വെടിവെച്ച് കൊന്നവർക്കാണോ സ്നേഹം? അച്ഛനമ്മമാരുടെ മരണശേഷം ശീതളിന് അവകാശപ്പെട്ട ഭാരിച്ച സ്വത്ത് അവർക്ക് കിട്ടണമെങ്കിൽ അവർക്ക് ശീതളിനെ കിട്ടണം. ഒന്നുകിൽ അവളെ കളിപ്പാവയാക്കി സ്വത്ത് മുഴുവനും അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തി സ്വത്ത് കരസ്ഥമാക്കാൻ വേണ്ടി. നിയമപരമായി കൽപ്പനയ്ക്കും ഭർത്താവിനും ശീതളിന്റെ മേൽ എന്തെങ്കിലും അവകാശമുണ്ടോ? ശീതള് മൈനറാണല്ലോ. അവളുടെ ബന്ധുക്കളെന്ന നിലയിൽ അവർക്ക് അവളുടെ ഗാർഡിയൻഷിപ്പ് അവകാശപ്പെടാം. പക്ഷേ സ്വന്തം അച്ഛനമ്മമാരെ വകവരുത്തിയവരുടെ കൂടെ അവളെ അയക്കണമെന്ന് ഏതെങ്കിലും കോടതി വിധിക്കോ? നെവർ. കൽപ്പന ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും അവളുടെ ഭർത്താവ് എന്താ ഇറങ്ങാത്തത്? രണ്ടുപേർക്കും ഒരേ ശിക്ഷ തന്നെയല്ലേ? സ്ത്രീകൾക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും അധികം താമസിയാതെ സഞ്ജയും പുറത്തിറങ്ങും. അപ്പോ അവളെ വിട്ടുകിട്ടാനുള്ള സമ്മർദ്ദ തന്ത്രങ്ങളുമായിട്ട് അയാളും വരും. കൽപ്പന കണക്ക് തീർക്കണമെന്ന് കൂടെ കൂടെ പറയുന്നത് എന്തുകൊണ്ടാ? സഞ്ജയ് സ്വന്തം സഹോദരനെയും ഭാര്യയും കൊന്നപ്പോ ആ കൂട്ടത്തിൽ ശീതളിനെ കൂടി വകവരുത്താൻ സാധിച്ചിരുന്നെങ്കിൽ അവശേഷിക്കുന്ന ബന്ധു എന്ന നിലയിൽ വിജയിന്റെ എല്ലാ സ്വത്തും അയാൾക്ക് കിട്ടുമായിരുന്നു. ഫാമുകളും കെട്ടിടങ്ങളും മാത്രമല്ല വിജയിന്റെ സ്വത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലിക്വിഡ് ക്യാഷും സ്വർണ്ണക്കട്ടികളും. അത് കൈവശപ്പെടുത്താൻ സഞ്ജയനും കൽപ്പനയ്ക്കും സാധിച്ചില്ല. വിജയും ഭാര്യയും കൊല്ലപ്പെട്ട ശേഷം ഞാനതെടുത്ത് മാറ്റി.
ബ്ലാക്ക് മണിയും കള്ളക്കടത്ത് സ്വർണമായിരുന്നുകൊണ്ട് ഞാനത് ഉപയോഗിച്ച് തോട്ടങ്ങളും കെട്ടിടങ്ങളും വാങ്ങി. പതുക്കെ പതുക്കെ അത് വൈറ്റ് മണിയാക്കി. ഈ തോട്ടമൊക്കെ ആ പണം കൊടുത്ത് വാങ്ങിയതാണോ? അതെ, എന്റേതാണെന്ന് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്ന വസ്തുക്കളിൽ ഭൂരിഭാഗവും ശീതളിൻ്റെതാ. അവളുടെ അച്ഛന്റെ സ്വത്ത് വെച്ച് ബിസിനസ് നടത്തി ഞാനത് 10 ഇരട്ടിയാക്കി. അതെല്ലാം ഞാൻ കൽപ്പനയ്ക്കും സഞ്ജയനും തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ശീതളിനെ വിട്ടുകൊടുക്കണം. അതാണ് അവരുദ്ദേശിക്കുന്ന കണക്ക് തീർക്കൽ. നമ്മൾ അവളെ വിട്ടുകൊടുക്കില്ലല്ലോ ഒരിക്കലും. ഇല്ല, എന്റെ ജീവൻ കളയേണ്ടി വന്നാലും ശരി. നമുക്ക് പോലീസിൽ പരാതിപ്പെട്ടൂടെ? അതിന് വേറെ ചില തടസ്സങ്ങളുണ്ട്, പിന്നീട് ഞാൻ പറയാം. കൽപ്പന ഇനി തിരിച്ചു വരുന്നത് സഞ്ജയും കുട്ടിയായിരിക്കും അല്ലേ? അങ്ങനെ വേണം കരുതാൻ. പക്ഷെ ഞാൻ വഴങ്ങില്ല. ശീതളിനെ സംരക്ഷിക്കാൻ ഞാനല്ലാതെ മറ്റാരുമില്ല. പ്രായപൂർത്തിയാവുമ്പോ സ്വത്തെല്ലാം അവൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അവളുടെ വിവാഹവും നടത്തണം. അതാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം.